ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങളൊക്കെ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഭാഗങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് നമ്മൾ തോന്നും. ഞാൻ ആദ്യമൊക്കെ പണ്ടൊക്കെ പ്രസംഗിക്കാൻ പറയുന്നത് ഇതിൽ ഏതെങ്കിലും നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം, ഇതിൽ ഏതെങ്കിലും നമ്മളിൽ ഉണ്ടോ എന്ന്. ഇപ്പൊ ഞാൻ വന്ന് പറയുന്നത് അങ്ങനല്ല, ഇതിൽ ഏതെങ്കിലും നമുക്ക് ഇല്ലയോ എന്ന് നമ്മളൊന്ന് നോക്കണമെന്നാണ്. അവിടെ പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പാക്ക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ. ഇത്രയും മാത്രമൊന്നുമല്ല, ലിസ്റ്റ് നീളുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എടാ, പക, പിണക്കം, ക്രോധം, ശാഠ്യം, ഇങ്ങനെ പകയുള്ളവൻ പോലും, സഹോദരനെ പകയ്ക്കുന്നവൻ പോലും എവിടെ പോകത്തില്ല, ദൈവരാജ്യത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താ ശ്രദ്ധിക്കാത്തത്? ക്രോധം, ശാഠ്യം, പിണക്കമൊക്കെ ഇത്രയും വലിയ പാപമാണെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. സഹോദരന്മാരോട് പിണങ്ങിയിരിക്കുക, എന്നിട്ട് വന്ന് തിരുവത്താഴം എടുക്കുക, പിന്നെ ചിന്ത എന്താ? ഓ, അങ്ങ് പോകും ബ്രദറെ. പോകത്തില്ല. ഞാൻ കൃത്യമായിട്ട് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, പോകത്തില്ല. ഇതെല്ലാം കാണിച്ചേച്ച് നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്വയവഞ്ചനയാണ്. ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നു അങ്ങ് ചെല്ലുമെന്ന്, പക്ഷെ അങ്ങനെ ചെല്ലത്തില്ല. നമ്മളെ തന്നെ വഞ്ചിക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ഇന്നത്തെ പ്രശ്നം നമ്മൾ ചിന്തിക്കുന്നു നോ പ്രോബ്ലം, ഐ വിൽ റീച്ച് ദേർ. സ്വയം വഞ്ചിക്കുന്ന അവസ്ഥ. അവിടെ നമ്മളോട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, എന്നിലുള്ളത് ജഡത്തിന്റെ പ്രവൃത്തികളാണോ അതോ ആത്മാവിന്റെ ഫലമാണോ? ജഡത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുക മാത്രമല്ല, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുകയും വേണം. അതും നോക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ മുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ ഇന്ന് ആര് പഠിപ്പിക്കുന്നു? ഞാൻ കേരള പെന്തക്കോസ്ത് ചരിത്രം എഴുതിയ സമയത്ത് കേരളത്തിലെ പഴയ സഭകളുടെ ഒക്കെ റെക്കോർഡ്സ് എല്ലാം ഞാൻ പോയി ചെക്ക് ചെയ്തു. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റെക്കോർഡ്സും 1935 റാന്നിയില് 35-38 റാന്നിയിലെ പൂവമ്മല അല്ലെങ്കിൽ വെള്ളിയറ സഭയിലെ റെക്കോർഡ്സ് ഞാനിങ്ങനെ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു സംഭവം എഴുതിയിരിക്കുന്നത് ഞാൻ ഈ വീട്ടുപേര് കറക്റ്റ് അല്ല, ഞാൻ ഓർക്കുന്നുമില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്നത് പൂവമ്മല തോമാച്ചനും വട്ടപ്പറമ്പിൽ ചാക്കോച്ചനും, ഞാൻ സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. പൂവമ്മല തോമാച്ചനും വട്ടപ്പറമ്പിൽ ചാക്കോച്ചനും തമ്മിൽ വാക്കിൽ തെറ്റിയിരിക്കയാൽ അവരെ തിരുവത്താഴത്തിൽ നിന്നും ശുശ്രൂഷകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. കൂടുതലൊന്നുമില്ല, സംസാരിച്ചപ്പോൾ ഇച്ചിരി ഒച്ചത്തിൽ സംസാരിച്ചു പോയി. അന്നേരം തൊട്ട് സഭയിൽ തിരുവത്താഴം എടുക്കാൻ പറ്റത്തില്ല, സാക്ഷി പറയാൻ പറ്റത്തില്ല, എല്ലാ ശുശ്രൂഷകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നു. വാക്കിൽ തെറ്റി, വേറെ ഒന്നും പറ്റിയില്ല. ഇന്ന് വാക്കിലല്ല, വാക്കത്തി തെറ്റിയാൽ മാറ്റി നിർത്തത്തില്ല. ഇതാ ഞാൻ പറഞ്ഞത്. നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ തമാശയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവരാജ്യത്തിൽ പോകാൻ കഴിയില്ല. അവൻ ന്യായപ്രമാണത്തെ മുഴുവനും ലംഘിക്കുകയാണ്. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. അതിന്റെ മുമ്പിലത്തെ വാക്യത്തിൽ സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന അന്യോന്യം സേവിക്കുവാനാണ്. സ്നേഹത്തിൽ അന്യോന്യം സേവിക്കാൻ. ഇല്ലാത്തവർക്ക് ചില കാശ് എറിഞ്ഞു കൊടുക്കുന്നതല്ല സേവിക്കുക എന്ന് പറയുന്നത്. അതും നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. സ്നേഹത്തിൽ നിന്നായിരിക്കണം നമ്മളെ മുഴുവൻ പ്രവൃത്തിയും. ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ലവ്. സ്നേഹത്തിൽ നിന്ന്, അല്ലാതെ ആർക്കും ഔദാര്യം ചെയ്യുന്നത് പോലെ കൊടുത്തിട്ട് അർത്ഥമൊന്നുമില്ല. ഡു യു ട്രൂലി ലവ് യുവർ ബ്രദർ? യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടാണോ നമ്മൾ ഈ കൊടുക്കുന്നത്? ഉച്ചിഷ്ടം കൊടുക്കുന്നത് പോലെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഒക്കെ ദൈവരാജ്യത്തിൽ ചെല്ലുമെന്നൊക്കെ ഉള്ളത് വ്യർത്ഥ ചിന്തയാണ്. സ്നേഹത്തിൽ അന്യോന്യം ശുശ്രൂഷിപ്പീൻ. സ്നേഹത്തിൽ നമ്മൾ സ്വയവഞ്ചന, നമ്മൾ ഇതെല്ലാം കാണിച്ചിട്ട് നമ്മൾ അങ്ങ് ചെല്ലുമെന്നുള്ള ഒരു ചിന്ത. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാണ്. അങ്ങനെ നടക്കത്തില്ല.
നമ്മൾ ഇന്ന് പോകുന്ന, അതായത് ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം അതാണ്. ആരും സ്വയം ചോദിക്കുന്നില്ല, ഞാൻ ഈ കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നില്ല. ആരും ഒരു സ്വയ ശോധനയ്ക്ക് തയ്യാറാകുന്നില്ല. നമ്മളെന്തിനാ തിരുവത്താഴം വെക്കുന്നത് തന്നെ? തിരുവത്താഴത്തിൽ നമ്മൾ തന്നെത്താൻ ശോധന ചെയ്യുക, തന്നെത്താൻ ശോധന ചെയ്യുക. നമുക്ക് വേണ്ടി നുറുങ്ങിയ കർത്താവിന്റെ ശരീരത്തെ നമ്മൾ ഓർക്കണം. എന്നാൽ അതേസമയം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. എന്റെ ജീവിതത്തെ ശോധന ചെയ്യണം. തിരുവത്താഴത്തിന് വന്നിരിക്കുമ്പോൾ മാത്രം പോരാ. പക്ഷെ തിരുവത്താഴം നമുക്ക് നൽകിയിരിക്കുന്നത് തന്നെ ഇതുപോലെ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച യേശുവിനെ ഓർക്കാനും, അവന്റെ ജീവിതം എന്നിൽ രൂപാന്തരം വരുത്തിയിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ക്ഷമ പറയാനും, സഹോദരങ്ങളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ ഡിസേൺ ചെയ്യാനുമാണ്. ഇത് എല്ലാ ദിവസവും നടക്കേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും തിരുവത്താഴം ഇല്ലെങ്കിൽ ശോധന ചെയ്യേണ്ട നടത്തമൊന്നുമില്ല. എല്ലാ ദിവസവും ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ശോധന ചെയ്യണം. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവവചനപ്രകാരം കൃത്യമാണോ? ദൈവാത്മാവിന്റെ നടത്തിപ്പോടെയാണോ ഞാനിത് ചെയ്യുന്നത്? ഞാൻ ശരിക്കും ഗോഡ്ലി ആണോ? ലോകം എന്നിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകം ഒരു ഇൻട്രൂഡറാണ്, നുഴഞ്ഞു കയറ്റക്കാരനാ. അവൻ എവിടെയെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ ലോകം നമ്മളെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറും. എപ്പോഴും ലോകത്തിന് കടക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളൊരു മതിൽ പണിതേ പറ്റുകയുള്ളൂ. ഈ സഭാഹോളിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചതാണ്, ഞാൻ ക്ലാസ് എടുത്തതാണ് നെഹമ്യാവിന്റെ പുസ്തകം വെച്ച്. ആ നെഹമ്യാവിന്റെ പുസ്തകത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഞാൻ കൃത്യമായ ഒരു കാര്യം ഉണ്ട്. ഏറ്റവും വലിയ പ്രശ്നം, ദേവാലയം പണിയുന്നതിന് മുമ്പ് മതിലാ പണിതത്. യെരുശലേമിൽ ദേവാലയം പണിയുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തു? മതിൽ പണിതു. എന്തിനാണ്? ലോകമകത്തേക്ക് കടക്കാതിരിക്കാൻ. ഇന്ന് സഭയ്ക്കും ലോകത്തിനും മധ്യത്തിൽ നമ്മളൊരു മതിൽ പണിയണം. അത് സഭയ്ക്കും ലോകത്തിനും മധ്യത്തിൽ പോരാ, എന്റെ കുടുംബത്തിനും ലോകത്തിനും മധ്യത്തിൽ ഞാനൊരു മതിൽ പണിയണം. എനിക്കും ലോകത്തിനും മധ്യത്തിൽ ഞാനൊരു മതിൽ പണിയണം. ആ ലോകം എന്നിലേക്ക് നുഴഞ്ഞ് കയറാതെ ഇരിക്കാൻ ഞാൻ എപ്പോഴും നോക്കണം. അല്ലെങ്കിലുള്ള പ്രശ്നം, ഞാൻ തന്നെ ഇതിന് കുഴപ്പമില്ല എന്ന് ചിന്തിക്കും. സദൃശവാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിന്റെ 14-ാം അധ്യായത്തിൽ, സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൽ അതിന്റെ 12-ാമത്തെ വാക്യത്തില്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. ഇത് നമ്മളെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ചിന്തിക്കും ഇതിനകത്തൊന്നും പ്രശ്നമില്ലെന്ന്. പക്ഷെ അതിന്റെ അവസാനം എന്താണ്? മരണവഴിയാണ്. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന വഴി എപ്പോഴും ജീവനിലേക്കുള്ള വഴിയാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന വഴി എന്നെ കൊണ്ടെത്തിക്കുന്നത് മരണത്തിലേക്കായിരിക്കാം. വഞ്ചിക്കപ്പെട്ടു പോകരുത്. എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് കൊണ്ട് ഇന്നത്തെ ആളുകളുടെ ഒരു പ്രശ്നം അതാണ്. അതിപ്പോ എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല ബ്രദറെ, അത് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തോന്നുന്നോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. കാരണം നിന്റെ മനസാക്ഷി അല്ല ഇവിടെ ഒരു സ്റ്റാൻഡേർഡായിട്ട് വെച്ചിരിക്കുന്നത്, അത് ദൈവത്തിന്റെ വചനമാണ്. എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്റെ മനസാക്ഷി പോലും അല്ല. കാര്യം എന്റെ മനസാക്ഷി കറപ്റ്റായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകം പല ചിന്തകൾ എന്നിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നോക്കും. അതിനാൽ സ്വാധീനിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്റെ മനസാക്ഷി തന്നെ കറപ്റ്റാകാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു പാപം ഞാൻ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ പാപം പിന്നെ ചെയ്യാൻ എനിക്ക് മടിയില്ലാത്ത നിലയിൽ വരുമ്പോൾ എന്റെ നമ്മൾ ചിലപ്പം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, മനസാക്ഷി തഴമ്പിച്ചു പോയത്. എന്നിട്ട് ഞാൻ എന്റെ മനസാക്ഷിക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ മനസാക്ഷിക്ക് അനുസരിച്ച് ജീവിച്ചാൽ അതിന്റെ അവസാനം മരണമായിരിക്കും, അതിന് സംശയമൊന്നുമില്ല. ഒരു മനുഷ്യന് അവന്റെ വഴികൾ ചൊവ്വ ഉള്ളത് എന്ന് തോന്നിയേക്കാം, എന്നാൽ അതിന്റെ അവസാനം എന്താണ്? മരണവഴിയാണ്. വഞ്ചിക്കപ്പെട്ടു പോകരുത്. വഴി വിശാലമായി കാണിക്കുന്ന, ഇന്നത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലം, ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം വിശാലമായ വഴി, ക്രൂസൈഡുകാരൻ പ്രസംഗിക്കുന്നതെല്ലാം വിശാലമായ വഴിയെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡെസ്റ്റിനേഷനെ കുറിച്ചല്ല ആളുകൾ ഇന്ന് പ്രസംഗിക്കുന്നത്, വഴിയെ കുറിച്ചാണ്. നമ്മൾ ചെന്നെത്തുന്ന സ്ഥലത്തെ കുറിച്ചല്ല ക്രൂസൈഡിൽ നമ്മൾ പ്രസംഗം കേൾക്കുന്നത്, ടിവിയിൽ പ്രസംഗം കേൾക്കുന്നത്. നമ്മൾ കേൾക്കുന്നതെല്ലാം ഈ വഴിയിൽ നിനക്ക് എന്തെല്ലാം കിട്ടുമെന്നാണ്. പക്ഷെ ഈ വഴി എത്ര കാലത്തേക്കാണ്? ഇതിനൊരു അവസാനമുണ്ട്, ഒടുക്കമുണ്ട്. ആ ഒടുക്കം നീ എവിടെയാണ് ചെന്ന് ചേരുന്നത്? അതാണ് ചോദ്യം. ഇപ്പോൾ നിനക്ക് എത്ര നല്ല വഴിയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതിന് അർത്ഥമില്ല. നമ്മളിന്ന് സാക്ഷി പറയുന്നതെല്ലാം വഴിയിൽ എന്ത് കിട്ടി എന്നുള്ളതാണ്. നമ്മുടെ സാക്ഷ്യമെല്ലാം എന്താ? വഴിയിൽ എനിക്ക് എന്ത് കിട്ടി. എല്ലാ ഞായറാഴ്ചയും നമ്മൾ പറയുന്നത് ഈ വഴിയിൽ എനിക്ക് എന്ത് കിട്ടി. പക്ഷെ ഡെസ്റ്റിനേഷനെ കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കാത്തത്? വഴിയെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ്
എല്ലാത്തിനും കർത്താവ് തന്നെ അവന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരും പുതിയ നിയമത്തിൽ കർത്താവ് തുടങ്ങുമ്പോൾ മുതൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇടുക്കുവാതിലൂടെ അകത്തു കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പി. ഇടുക്കുവാതിൽ ഞെരുക്കമുള്ള വഴി, വീതിയുള്ള വാതിൽ, വിശാലമായ വഴി. ഇതിനകത്ത് നമ്മൾ എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നോർമൽ വേയിൽ ഡെസ്റ്റിനേഷനെ കുറിച്ച് അറിയാൻ വയ്യായെങ്കിൽ നമ്മൾ പലപ്പോഴും ഏത് മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ? വിശാലമായ വഴി. അതുകൊണ്ട് പ്രസംഗിക്കുന്നവൻ ടിവിയിലും ക്രൂസൈഡിലും എല്ലാം വന്ന് പറയുന്നത് വഴി എത്ര വിശാലമാണെന്നാണ് കാണിച്ചു തരുന്നത്. ഭൂമിയിലെ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് മുഴുവൻ. ഇതിന്റെ ഒടുക്കം എന്താണെന്നുള്ളത് ഇവൻ സംസാരിക്കുന്നില്ല. അതാണ് ഇന്നത്തെ പ്രോഫറ്റ്സിന്റെ പ്രോബ്ലം. അതാണ് ഒടുക്കം എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിൻ. ആ വാതിലിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ ചിന്തിക്കുന്നത്, ശരിയാ ബ്രദറെ, രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ കുറച്ച് ഇടുക്കമുള്ള വാതിലൂടെ അകത്ത് കയറണം, പക്ഷെ അകത്ത് കയറിയാൽ പിന്നെ വിശാലമായ വഴിയാണെന്നാ. അങ്ങനല്ല. വാതിൽ എത്രയും വലിപ്പമുണ്ടോ അത്രേ ഉള്ളൂ വഴിക്കും. ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും. ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും. അതിനകത്ത് അത് ചൂസ് ചെയ്യാൻ നമുക്ക് വാസ്തവത്തിൽ അത് ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. കള്ളപ്രവാചകന്മാരുടെ പ്രത്യേകത, അവൻ എപ്പോഴും വിശാല വഴിയെക്കുറിച്ച് പ്രസംഗിക്കും. യഥാർത്ഥ പ്രവാചകൻ ഇടുക്ക് വാതിലിനെ കുറിച്ച് പ്രസംഗിക്കും. കാരണം ഇതിനോട് ചേർന്നാണ് 14 ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. അപ്പോൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ വഴിയെക്കുറിച്ച് പറഞ്ഞതിനോട് ചേർന്ന അതിന്റെ നെക്സ്റ്റ് വേഴ്സ് തന്നെയാ പറയുന്നത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ഇവൻ നിങ്ങളെ ഏത് വഴി കൂടെ കൊണ്ടുപോകത്തുള്ളൂ? കള്ളപ്രവാചകൻ വിശാല വഴിയിലൂടെ കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് ഒരുത്തൻ പ്രസംഗിക്കുന്ന വഴി ഏതാണെന്ന് നോക്കിയാൽ മതി ഇവൻ നല്ല പ്രവാചകനാണോ കള്ളപ്രവാചകനാണോ എന്നറിയാൻ. വിശാല വഴി പ്രസംഗിക്കുന്നവൻ കള്ളപ്രവാചകനാണ്. ഞെരുക്കമുള്ള വഴി പ്രസംഗിക്കുന്നവനെ ദൈവത്തിൽ നിന്നുള്ളവനാകെ ഉള്ളൂ. കാരണം ആ ഞെരുക്കമുള്ള വഴി, ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? നിത്യതയിലേക്കാണ്, ജീവങ്കലേക്ക് പോകുന്ന വഴി. ഒടുക്കം നമ്മൾ എത്തിച്ചേരേണ്ടത് അവിടെയല്ലേ? നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ആവശ്യമായിരിക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ വഴി എത്ര വിശാലമാണെന്നുള്ളതല്ല. വഴിയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളല്ല ആവശ്യം. എന്താണ് ആവശ്യം? നിത്യതയെക്കുറിച്ച്, വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്. വഴിയാ ഇന്ന് പ്രസംഗിക്കുന്ന മുഴുവൻ. പണവും പദവികളും പ്രസംഗിക്കുന്നവർ മനുഷ്യനെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പ്രസംഗിക്കുന്നത് മുഴുവൻ കാശിനെ കുറിച്ചും പദവികളെ കുറിച്ചും ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മുഴുവൻ. എനിക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്മാരും പ്രസംഗകരും ഈ ലോകത്തിന്റെ വസ്തുക്കളെ കുറിച്ച് സംസാരിക്കുന്നതെന്ന്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അത് തന്നെ അവൻ കള്ളപ്രവാചകനാണെന്നുള്ളതിന്റെ തെളിവാണ്. ഇവിടെയുള്ള വസ്തുക്കളെ കുറിച്ചും, കാര്യം ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയാതെ പണത്തെക്കുറിച്ചും പദവികളെക്കുറിച്ചും, നിനക്ക് കസേര കിട്ടുന്ന കാര്യവും കാശ് കിട്ടുന്ന കാര്യവും കാറ് കിട്ടുന്ന കാര്യവും വീട് കിട്ടുന്ന കാര്യവും മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവൻ ഞെരുക്കത്തെക്കുറിച്ചോ ഇടുക്കത്തെക്കുറിച്ചോ സംസാരിക്കുന്നില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് തന്നെ പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വാതിൽ ആരാണ്? യേശുവാണ്. യേശുവാണ് വാതിലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നേക്കാൾ വീതി കുറഞ്ഞ ഒരു വഴി വാതിലിലൂടെ എനിക്ക് കടക്കാൻ പറ്റില്ല. ഞാൻ കടന്നു പോകണമെങ്കിൽ, ഞാൻ നടക്കണമെങ്കിൽ അത് എന്നേക്കാളും കുറച്ചുകൂടെ വീതിയുള്ള ഒരു വാതിലൂടെ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അതിനേക്കാൾ വണ്ണം എനിക്കുണ്ടെങ്കിൽ, ഇപ്പം 2 അടി വീതിയുള്ള ഒരു വാതിൽ വെച്ചിട്ട് 3 അടി വീതിയുള്ള ഒരാൾക്ക് അതിലെ കൂടെ കയറാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. ഒരിക്കലും പറ്റില്ല. കയറണമെങ്കിൽ ചിലത് ചെത്തിക്കളഞ്ഞാലേ പറ്റൂ. ഇനി ഈ വാതിലിലൂടെ കടക്കുമ്പോൾ ലഗേജും കൊണ്ട് കയറാനും പറ്റില്ല. ലഗേജ് ഉപേക്ഷിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. യേശുവാണ് വാതിലെങ്കിൽ യേശുവിനേക്കാൾ വീതി കൂടിയവൻ ഇതിലെ കൂടെ കയറാൻ പറ്റില്ല. അവൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഞെരുങ്ങിയാലേ പറ്റുള്ളൂ. യേശുവിന്റെ അത്രയാകാവൂ. അതിനപ്പുറത്തോട്ട് വിശാലമാകാൻ പോയാൽ ശരിയാകത്തില്ല. അപ്പൊ യേശുവിനേക്കാൾ കൂടുതലുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് മാത്രമേ ഇതിനകത്തോടെ കയറാൻ പറ്റുള്ളൂ. അതാണ് ഉപേക്ഷണം. ഈ വാതിലൂടെ കടക്കണമെങ്കിൽ സകലവും വിട്ടേ മതിയാകൂ. ശിഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത് ഉപേക്ഷണത്തെക്കുറിച്ചാണ്. എന്ത് കിട്ടുമെന്നല്ല കർത്താവ് പഠിപ്പിക്കുന്നത്, എന്ത് ഉപേക്ഷിക്കണമെന്നാണ്.
ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവൻ എന്ത് കിട്ടുമെന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഇന്നത്തെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവർ സംസാരിക്കുന്നത് ഇവിടെ എന്ത് കിട്ടുമെന്നാണ്. എന്നാൽ യേശുവും ശിഷ്യന്മാരും പ്രസംഗിച്ചതും പഠിപ്പിച്ചതും അവനെ അനുഗമിച്ചാൽ എന്തൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ്. യേശു പഠിപ്പിച്ചത് എന്തുപേക്ഷിക്കണമെന്നാണ്. ക്രൂസൈഡുകാരൻ പ്രസംഗിക്കുന്നത് എന്ത് കിട്ടുമെന്നാണ്.